ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുന്റെ പുഷ്പ 2 ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കാനായിട്ട് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ, ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലേക്ക് ആദ്യം വരികയാണെങ്കിൽ ഇന്നലെ രാത്രിയോടെ 1 കോടിയിലേറെ പ്രീസെയിൽ കളക്ഷൻ കടന്ന സിനിമ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,25,00,000 മുകളിൽ കേരള പ്രീസെയിൽ കളക്ഷൻ കടന്നിരിക്കുകയാണ്. അല്പം ഒന്ന് സ്ലോ ആയിട്ടുണ്ട് സിനിമയുടെ കേരളത്തിലെ ബുക്കിംഗ് എങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ടുള്ള മണിക്കൂറുകളിൽ നല്ല പ്രീസെയിൽ പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ വേൾഡ് വൈഡ് പ്രീസെയിൽ വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ 50 കോടിയിലധികം പ്രീസെയിൽ കളക്ഷൻ കടന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ 70 കോടിയിലധികം പ്രീസെയിൽ കളക്ഷൻ ഇന്ന് വൈകിട്ടോടെ എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാളെയോടെ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 100 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ അടുത്ത വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റുകൾ കേട്ടാം. ഇതിനിടയിൽ ഡിസംബർ 5-ാം തീയതിയാണല്ലോ പുഷ്പ 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതുതായി വരുന്ന അൺഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പ്രകാരം പുഷ്പ 2 എന്ന സിനിമയ്ക്ക് ഒരു പക്ഷേ ഏർലി പ്രീമിയർ ഷോസ് ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം ലക്കി ഭാസ്കർ, മൈതാൻ എന്നീ സിനിമകൾക്കെല്ലാം തന്നെ സിനിമയുടെ യഥാർത്ഥ തിയേറ്റർ റിലീസ് സ്ഥിതിക്ക് ഒരു ദിവസം മുന്നേ വൈകിട്ട് 6 മണിക്കും 7 മണിക്കെല്ലാം തന്നെ പ്രീമിയർ ഷോസ് ആരംഭിച്ചിരുന്നു. അതേ രീതിയിൽ പുഷ്പയ്ക്ക് ഈ വരുന്ന ഡിസംബർ 4-ാം തീയതി വൈകിട്ട് 6 മണിക്ക് 7 മണിക്കെല്ലാം തന്നെ തെലുഗു സംസ്ഥാനങ്ങളിലെ പ്രീമിയർ ഷോസ് ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ദിവസം മുന്നേ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ വരും. കാത്തിരിക്കൂ അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. ഈ വർഷത്തിലെ ഏറ്റവും മികച്ച തമിഴ് സിനിമകളിലൊന്നായ മഹാരാജ എന്ന വിജയ് സേതുപതി ചിത്രം ഒരാഴ്ച മുന്നേ ആയിരുന്നല്ലോ ചൈനയിൽ പ്രീമിയർ ഷോസ് എല്ലാം തന്നെ ആരംഭിച്ച ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച റെഗുലർ റിലീസുമായിട്ട് എത്തിയത്. ഇപ്പോഴത്തെ സിനിമയുടെ ചൈന റൈറ്റ്സ് എത്ര കോടി രൂപയ്ക്കാണ് വിറ്റഴിച്ചത്? ഒപ്പം തന്നെ സിനിമയുടെ ആദ്യ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. അത് പ്രകാരം $1 മില്യൺ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ച സിനിമ ഇപ്പോഴത്തെ $3 മില്യൺ മുകളിൽ ചൈന കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 8 കോടിയിൽ പരം രൂപയ്ക്കാണ് സിനിമയുടെ ചൈന തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ചിരിക്കുന്നത്. സിനിമയുടെ അവിടുത്തെ കളക്ഷൻ 26 കോടി പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ വീക്കെൻഡ് കളക്ഷൻ കൊണ്ട് തന്നെ ചൈനയിൽ സിനിമ വിതരണത്തിനായിട്ട് എടുത്തവർക്ക് ലാഭമായി മാറിയിരിക്കുകയാണ്. ചൈന കളക്ഷൻ ഉൾപ്പെടെയുള്ള മഹാരാജയുടെ ആകെ കളക്ഷൻ 135 കോടിയിലേക്ക് അടുത്തിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.